ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും കൂമ്പുതോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കൂമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിനെ കുടപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അത് നമ്മൾ എടുക്കണില്ല. ഉള്ളിൽ വെള്ള കണ്ടു തുടങ്ങണ ഒരു ഭാഗം തുടങ്ങിയിട്ടാണ് എടുക്കണേ കേട്ടോ. അതുപോലെ അതിൻ്റെ അടിയിലേക്കുള്ള തണ്ട് ഭാഗം എടുക്കണില്ല. ഉള്ളിലുള്ള ഇതുപോലെ ഒരു കട്ടിയായിട്ടുള്ളൊരു ഭാഗം വരും, അതും എടുക്കണില്ല കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നമ്മൾ. നമുക്ക് വേണമെങ്കിൽ കൂമ്പ് തന്നെയായിട്ടും വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പയറോ മുതിരയോ ഒക്കെ ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ പയറിട്ടിട്ടാണ് വെക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ ഉള്ളിൽ ഇത്തിരി കട്ടിയുള്ള ഭാഗം വരും, അത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കഴിക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ. നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ ഇതിൻ്റെ ഉള്ളിലൊരു ഭാഗം കണ്ടില്ലേ, ആ ഒരു ഭാഗമാണ് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളൊരു കനപ്പൊക്കെ ഇറങ്ങിക്കോളും. അതുപോലെ തന്നെ ഞാര് പോലെ ഇരിക്കുന്നതൊക്കെ മാറാനാണ് ഇങ്ങനെ ചെയ്യണേ കേട്ടോ. ഇനി ഒരു പിടി പയർ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എത്ര വിസിലടിച്ചു എന്ന് പറയണില്ല, ഇത് കുതിർത്താത്ത പയറായിരുന്നു, അത് കാരണം കുറച്ച് കൂടുതൽ വിസിലടിച്ചിട്ടാണ് ആക്കിയത്. ഇനി ഒരു പിടി തേങ്ങ ചിരകിയതെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് തേങ്ങക്കൊത്ത് ഇട്ടിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്തതാണ്, അതാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ സവാളയുടെ പകുതിയും കുറച്ച് ജീരകവും ഒന്ന് ചതച്ചിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട്. നമ്മൾ ഈ സമയത്ത് തേങ്ങ ചിരകിയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി അത് പൊടിച്ച് വെച്ചത് കാരണം അതിൻ്റെ കൂടെ ഇടുന്നില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പയർ വെന്തിട്ടുണ്ട്, നമുക്കത് മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അടച്ച് വെച്ചത് തേങ്ങേനകത്ത് ഇട്ടിട്ട് നമ്മളതൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇനി നമുക്ക് കൂമ്പിലെ വെള്ളം പിഴിഞ്ഞ് കളയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ വെള്ളം നമുക്ക് കിട്ടും. അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതേ എനിക്ക് ഇത്രത്തോളം വെള്ളമാണ് അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കനപ്പ് മുഴുവൻ ഇതിനകത്തേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം നമുക്ക് എടുത്താൽ മതി. ഇനി നമുക്ക് പയർ ഇതുപോലെയാണ് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ വെന്തിട്ടുമുണ്ട്. ഇതിന് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വെറുതെ ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് അതിനകത്തോട്ട് കൂമ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് പയർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ചുകൂടി സമയം കൊടുക്കണം ആ കൂമ്പ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കാം. അപ്പം മൂടി ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ചെയ്ത് അടച്ചും തുറന്നൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് കൂമ്പിനെ നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം തുറന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും അടച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കൂമ്പ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കൂമ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.